ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. മഹാഭാരതം കഥ പറഞ്ഞു തുടങ്ങാം. സഭാപർവ്വതത്തിലെ 16ാമത്തെ പർവ്വമായിട്ടുള്ള സർപ്പാധീനമുൽപ്പത്തിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശൗനകൻ പറഞ്ഞു തുടങ്ങി. ഹേ സൂതപുത്ര, ഭവാൻ ഈ കഥാഭാഗം പ്രീതനായി വിസ്തരിച്ചു പറയുക. ആസ്തികൻ്റെ സച്ചരിത്രം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഭഗവാൻ ഭംഗിയായി മനോഹര പദങ്ങൾ കൊണ്ട് കഥ പറയുന്നത് കേൾക്കുവാൻ തന്നെ കൗതുകമുണ്ട്. ഭവാന്റെ അച്ഛൻ രസത്തോടു കൂടി പറയുമാതിരുന്ന അതുപോലെ തന്നെ ഭവാന്റെ കഥാകഥനവും ഹൃദയാർജകമാണ്. ഞങ്ങളെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിക്കുന്നതിൽ ഭവാന്റെ അച്ഛൻ അത്യന്തം തൽപരനായിരുന്നു. അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഭവാനും ആദരവോടെ കഥ തുടർന്നാലും. സൂതൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആസ്തയോടെ ആസ്തികാഖ്യാനം പറയാം. ഹേ സൗമ്യേ, അച്ഛൻ പറഞ്ഞു കേട്ട വിധം തന്നെ വിസ്തരിച്ചു പറയാം. പണ്ട് കൃതയുഗത്തിൽ ദക്ഷൻ്റെ മക്കളായി 2 സഹോദരിമാർ അതിസുന്ദരിമാരായി പിറന്നു. കശ്യപ മഹർഷി കദ്രു എന്നും വിനിത എന്നും പേരായ ആ 2 വനിതാരത്നങ്ങളെ വിവാഹം കഴിച്ചു. പ്രീതിയോടെ പ്രജാപതി സമാനമായ ആ വരൻ ആ 2 ഭാര്യമാർക്കും വരം നൽകി. കദ്രു 1000 നാഗങ്ങൾ പുത്രന്മാരായി തനിക്ക് ഉണ്ടാകണമേ എന്ന വരം വാങ്ങി. കദ്രുവിൻ്റെ മക്കളേക്കാൾ ഭദ്രവും വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള 2 പുത്രന്മാർ മാത്രം ഉണ്ടായാൽ മതി എന്ന വരം വിനിതയും വാങ്ങി. ദിവ്യന്മാരായ 2 പുത്രന്മാർ മതി എന്നുള്ള വിനിതയുടെ ആഗ്രഹവും കദ്രുവിൻ്റെ പുത്രസഹസ്ര പ്രാർത്ഥനയും ഭർത്താവ് സ്വീകരിച്ച് അനുഗ്രഹിച്ചു. ഭാര്യമാർ 2 പേരും തൃപ്തരായി. യജ്ഞത്താൽ ഗർഭത്തെ സംരക്ഷിച്ചു കൊള്ളുവാൻ സന്തോഷം പൂണ്ട ഭാര്യമാരോട് ആജ്ഞാപിച്ച് മുനി തപോവനത്തിലേക്ക് പോവുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കദ്രു 1000 മുട്ടകൾ പ്രസവിച്ചു. അപ്രകാരം തന്നെ വിനിത 2 മുട്ടകളും പ്രസവിച്ചു. പരിചാരകമാർ മുട്ടകളെ ഭദ്രമായി വെച്ചു, പരിപാലിച്ചു, സൂക്ഷിച്ചു. ചൂടുള്ള കുടങ്ങളിലാക്കിയാണ് അവ സൂക്ഷിച്ചു വെച്ചത്. 500 സംവത്സരം കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞു. വിനിതയുടെ മുട്ടകൾ അപ്പോഴും വിരിഞ്ഞില്ല. പാവമായ ആ വിനിതാദേവി സന്താനത്തെ കാണുവാൻ കൊതിച്ച് അണ്ഡത്തിൽ ഒന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു കുമാരനെ കണ്ടു. അർദ്ധകായനായും അവ്യക്തമായും ആ കുമാരൻ കാണപ്പെട്ടു. ആ പുത്രൻ അമ്മ ചെയ്ത സാഹസത്തിൽ ദുഃഖിതപ്പെട്ട് അമ്മയെ ശപിച്ചു എന്നാണ് കേൾവി. അമ്മ അത്യാർത്തി മൂലം എന്നെ അർദ്ധാംഗസ്ഥിതിയിലാക്കുവാൻ മത്സരബുദ്ധിയോടു കൂടിയ സപത്നിക്ക് അമ്മേ, നീ ദാസിയായിത്തീരും, 500 വത്സരം ദാസിയായി കഴിയട്ടെ എന്ന് ശപിച്ച് പിന്നെ ഇനി മറ്റേ മുട്ട പൊട്ടി പുറത്തു വരുന്ന പുത്രൻ അമ്മയെ ദാസ്യത്തിൽ നിന്ന് വേർപെടുത്തും. എന്നെപ്പോലെ ഇവനെയും അണ്ഡം പൊട്ടിച്ച് അംഗഭംഗം വരുത്താതിരിക്കണം. അവൻ്റെ ജന്മകാലം വരെ അമ്മ ക്ഷമയോടെ കാത്തിരിക്കണം. അവൻ്റെ ബലം പൂർത്തിയാകണമെങ്കിൽ ഇനിയും 500 സംവത്സരം കാത്തിരിക്കണം. ഇപ്രകാരം ശപിച്ച് വിനിതാപുത്രൻ ആകാശത്തേക്കുയർന്നു. ഹേ ബ്രഹ്മൻ, പ്രഭാതകാലത്ത് കാണപ്പെടുന്ന അരുണനാണ് അവൻ. സൂര്യൻ്റെ തേരിൻ്റെ സാരഥ്യം വഹിക്കുന്നവനാണ് അരുണൻ. പറഞ്ഞ കാലം വന്നപ്പോൾ പന്നകാശനായ ഗരുഡൻ അണ്ഡം പൊട്ടി പുറത്തേക്ക് വന്നു. പുറത്തു വന്ന ഉടനെ അവൻ അമ്മയെ വിട്ട് ആകാശത്തേക്ക് പറന്നു. ക്ഷുത്തുകൊണ്ട് ആർത്തനായ ഗഗാധീശൻ ബ്രഹ്മാവിൻ്റെ അടുത്തു ചെന്ന് തനിക്ക് കൽപ്പിച്ചിട്ടുള്ള അന്നം ആവശ്യപ്പെട്ടു. ഹരേ കൃഷ്ണ.